അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹുസൈനാജിയുടെ ഭാര്യ ഹാജിയരുടെ വീട്ടിലേക്ക് വന്നു കയറി എങ്കിലും അയാൾ കിടക്കുന്ന ആ റൂമിലേക്ക് പോയതേയില്ല. പല സമയങ്ങളിലും താൻ ഒറ്റപ്പെട്ട് കിടക്കാറുള്ള ആ ഒരു റൂമിലേക്കാണ് അവർ പോയത്. എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു ബേജാറാണ്, മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. എന്തൊക്കെയോ പല പല പേടി സ്വപ്നങ്ങൾ നിറഞ്ഞതാണ് ഈ വീട്. തന്നെ പലവട്ടം ഉപദ്രവിക്കാൻ കൊല്ലാൻ വരെ തുനിഞ്ഞതാണ് ഈ വിടം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയില്ല, ഒരു പേടിയാണ്. പക്ഷേ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, മൂപ്പരവിടെ വയ്യാതെ കിടക്കാണ്. പിന്നെ എനിക്കെൻ്റെ മോനുണ്ട്, അത് മാത്രമല്ല എപ്പോഴും ധൈര്യം പകർന്നു തരുന്ന എൻ്റെ മരുമകളുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അവരുടെ ഡ്രസ്സുകളും ചെരുപ്പുകളും വെക്കുന്ന ഷെൽഫുകളും എല്ലാം അവർ നോക്കി കണ്ടു. എല്ലാം അവിടെ അനാഥമായി കിടക്കുകയാണ്. ഇവിടെ ആദ്യകാലങ്ങളിൽ ഞാൻ നല്ല രീതിയിൽ രാജകുമാരിയെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് തൻ്റെ ഭർത്താവിൻ്റെ തനി സ്വഭാവം വെളിവാവാൻ തുടങ്ങി. അപ്പോൾ മുതൽ ഞാൻ ഒറ്റപ്പെടലിൻ്റെ വക്കത്തായിരുന്നു. പിന്നീട് എനിക്കതൊന്നും കാണാനും കേൾക്കാനും സഹിക്കാൻ കഴിയാതെയായപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. ഹേയ്, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഇതൊക്കെ ശരിയാണോ? അതെ, ഹുസൈനാജി ഇഷ്ടമുള്ളത് തീരുമാനിക്കും. അതിന് ചോദിക്കാനും പറയാനും ഇവിടെ ഒരാൾക്കും ധൈര്യം വന്നിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് ധൈര്യം ഉണ്ടായി? അതെ, ഞാൻ നിങ്ങളെ ഭാര്യയാണ്. എനിക്കുണ്ട് കുറച്ച് അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ വല്ലാതെ നാവനക്കരുത് കേട്ടോ. അടങ്ങി ഒതുങ്ങി മര്യാദക്കാണെങ്കിലും ഓക്കെ, അല്ലെങ്കിലുണ്ടല്ലോ. അയാളുടെ ആ ഒരു ഭീഷണിയുടെ സ്വരം അപ്പോഴും അതാ അസ്കറിൻ്റെ ഉമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. പഠിച്ചോനെ, ഞാൻ കാണാൻ പോകുന്നില്ല അയാൾ ഒരിക്കലും. അതവിടെ നിന്നോട്ടെ, മോനോ മരുമകളോ ആരെങ്കിലും നോക്കിക്കോട്ടെ. എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് പഴയതാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ഉമ്മ അവിടെ ആ റൂമിൽ സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ ഉമ്മയുടെ അടുക്കലേക്കായിക്കൊണ്ട് അതാ വീട്ടിലെ മറ്റു ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം എത്തിച്ചേരുന്നു. ആ ഇത്ത വന്നോ? വന്നെന്നറിഞ്ഞു. പിന്നെ എന്തൊക്കെ എവിടെയായിരുന്നത് വരെ? നിങ്ങൾ എന്തിനാ പോയത്? അതിൽ നല്ലവരും ഉണ്ടായിരുന്നു. നിങ്ങൾ പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ ആകെപ്പാടൊരു കഥയായിരുന്നു. ആരൊക്കെയായി ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ആയി മാറിയിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ നിങ്ങൾക്ക്? അങ്ങനെ പല പെണ്ണുങ്ങളും അവിടേക്ക് വന്നു. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം തൻ്റെ ഭർത്താവിനോട് ഒരു വാക്കായിരിക്കും, എന്നോട് മറ്റൊരു വാക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു അതിനോടൊന്നും. പെട്ടെന്ന് ഷിഫ അകത്തേക്ക് കയറി വരുന്നു. ഉമ്മ, ആഹാ, ആരാണ്? ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ ഉമ്മ, ഉമ്മയുടെ മുറി ഇനി ഇതല്ല. ഉമ്മ ഈ ഒരു മുറിയിലിരിക്കുമ്പോഴേ ഉമ്മാക്ക് എന്തൊക്കെ തന്നെയായാലും ഉമ്മയുടെ പഴയകാല ഓർമ്മകൾ, വേദനകൾ ഇതൊക്കെ വരും. ഇനി നമുക്ക് മുകളിലത്തെ റൂമിൽ സെറ്റാക്കാം എല്ലാവർക്കും. എന്താ മോളെ? ആ ഉമ്മ, അല്ലാതെ ഈ പഴയ റൂമിൽ തന്നെ ഉമ്മയുടെ ഒരുപാട് വേദനകൾ നിറഞ്ഞ കണ്ണീരൊഴുകിയ റൂമല്ലേ ഇത്? ഒരിക്കലും ഇവിടെ ഇരുന്നാൽ ഉമ്മക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവാൻ പോണില്ല. ഉമ്മ മുകളിലത്തെ റൂമിലേക്ക് നമുക്ക് മാറാം. ഞാനും ഉണ്ടാവും, അസ്കർക്കും ഉണ്ടാവും. നമ്മൾ മുകളിലാണ് താമസിക്കുന്നത്. ഈ പഴയ സ്ഥലത്ത് വേണ്ട. എന്താ മോളെ? ആ പിന്നെ പുതിയൊരു ബിൽഡിങ് അവിടെ പണി കഴിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് സെറ്റായിട്ട് അങ്ങോട്ട് നമുക്ക് മാറാം. അതായിരിക്കും നല്ലത്. അല്ലാതെ ഒരിക്കലും ഈ പഴയ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് നിൽക്കുന്നത് ശരിയല്ല ഉമ്മ. ഷിഫ ഉമ്മയുടെ കൈകൾ പിടിച്ചു. മോളെ, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മരുമകൾ പറയുന്നത് അത് അനുസരിക്കുകയാണ്. ശരിക്കും തൻ്റെ ഉമ്മയെപ്പോലെ തന്നെ സ്നേഹത്തോടെയാണ് ഷിഫ ആ ഉമ്മയെ സംരക്ഷിക്കുന്നതും നോക്കുന്നതും. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേൾക്കാനും ആ ഉമ്മക്ക് സന്തോഷമായിരുന്നു. ഉമ്മ അവളുടെ കൈ പിടിച്ച് കയറുന്നു. മുകളിലത്തെ റൂമിലെത്തിയപ്പോൾ ശരിക്കും നല്ല വിശാലമായ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടുന്ന് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. മോളെ, കൊട്ടാരുണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മുകളിലേക്കൊന്നും ഞാൻ പോവാറില്ല മോളെ. ഇവിടുത്തെ കണ്ട് ഒതുങ്ങിക്കൂടും. ആ ഉമ്മ, അതാണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചില്ല. ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മാക്ക് ഇത്രയധികം പ്രയാസം അനുഭവിക്കേണ്ടില്ലായിരുന്നു. മോളെ, നിനക്കറിയില്ല, ഇവിടെ ഒരു നൂലിൻ്റെ ഒരു അവകാശം പോലും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വേണ്ടായിരുന്നു, തന്നിട്ടുമില്ല. ഒക്കെ മൂപ്പരെന്താ വിചാരിക്കണേ അതുപോലെ തന്നെ.
അങ്ങനെ അതാ ഷിഫയും ഉമ്മയും മുകളിലത്തെ റൂമിൽ, താഴെ ഹുസൈനാജി. അയാൾ എന്തോ പറയുന്നുണ്ട്. മോൻ അസ്കർ ചോദിച്ചു. ഉപ്പ എന്താണ്? ഉമ്മാനെ വിളിക്കടാ. ഉമ്മ എവിടെ? എനിക്ക് ഉമ്മയെ കാണണം. ഉപ്പ, ഉമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരൂല. കാരണം ഉമ്മാക്ക് ഒരുപാട് നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ വന്ന് ആകെ ടെൻഷനാകും. ഉമ്മ അവിടെ നിന്നോട്ടെ, പാവല്ലോ ഉമ്മ. ഉമ്മാനെ വിളിക്കും മോനെ, എനിക്ക് മാപ്പ് പറയാനാണ്. ഉപ്പയുടെ ആ ഒരു ദയനീയമായ കരച്ചിൽ കേട്ടിപ്പോൾ എന്ത് പറയണം എന്നായിപ്പോയി. ആ, ഉമ്മയോട് ഞാൻ പറയാം. പക്ഷേ ഉപ്പ, ഉമ്മ എങ്ങനെ വരാനാ? ഒരുപാട് ഉപദ്രവിച്ചതല്ലേ നിങ്ങൾ? ഉപ്പ, ഉമ്മാനെ എത്ര പ്രാവശ്യം നിങ്ങൾ കൊല്ലാൻ വേണ്ടി വരെ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ആ മകൻ ഉപ്പയുടെ മുഖത്ത് നോക്കി തന്നെ അത് പറഞ്ഞു. സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് ഉമ്മയെ ഒരു വേലക്കാരിനെയും കൂട്ടി തള്ളിയിട്ടതെന്നും അതിങ്ങനെ മറക്കാൻ കഴിയുമോ ഉപ്പ? അയാൾ വിതുമ്പിപ്പോയി. എന്ത് ഉപ്പ, നിങ്ങൾ കരയണ്ട. ശരിയാണ്, നിങ്ങൾക്ക് നടക്കണ കാലത്ത് നിങ്ങൾ ഒരുപാട് കാട്ടിക്കൂട്ടി. സുഖമില്ലാത്തപ്പോൾ നിങ്ങളിപ്പോൾ ഇതാ കിടന്ന് കരയാണ്. ആ, കഴിഞ്ഞു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് വിതുമ്പുകയാണ് അല്ലേ ഉപ്പ? നമ്മൾ എന്തൊക്കെ തന്നെയാലും നടക്കണ കാലത്ത് നമ്മൾ ഒരാളെ കടുപ്പം കാട്ടാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതല്ലേ. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. പടച്ചവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിനെ നമ്മളായിട്ട് ഉപദ്രവിക്കുക, ചീത്ത പറയാൻ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വരും. കാരണം എല്ലാം സൃഷ്ടികളാണ്. ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അവകാശമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ അടിമയല്ല ഒരു മനുഷ്യനും. എല്ലാ മനുഷ്യന്മാർക്കും ഒരേ സ്ഥാനം ഇവിടെ ഉള്ളൂ. പിന്നെ പണത്തിൻ്റെ പേര്, പ്രതാപത്തിൻ്റെ പേര്, അതുപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഓരോ മാറ്റം വരുത്തലുകൾ. അല്ലാതെ മനുഷ്യരിൽ ചെന്നാൽ ഇപ്പാ എല്ലാവരും ഒരേ മനുഷ്യന്മാരായിരിക്കും. അല്ലാതെ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. അതാണ് മനുഷ്യൻ്റെ സ്ഥിതി. അപ്പം നമ്മൾ കഴിയുന്ന കാലത്ത് നമ്മൾ നന്മ ചെയ്യുക, അതുപോലെ നല്ലത് പ്രവർത്തിക്കുക എന്നല്ലാതെ ഒരാളെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ബുദ്ധിമുട്ടാക്കാനും പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ശിക്ഷ കിട്ടും. അത് ഉറപ്പല്ലേ? ഒരാളും നമ്മൾ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. എൻ്റെ ഉപ്പ ഈ ഒരു സ്ഥിതിയിൽ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയല്ല, അത് പറയാൻ എനിക്ക് പാടുമില്ല. പക്ഷേ ഉമ്മനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലേ. കുറച്ച് കാലങ്ങൾ പിടിക്കൂപ്പ ആ വേദനയൊക്കെ ഒന്ന് മാറിക്കിട്ടാനേ. മനുഷ്യല്ലേ, മനുഷ്യൻ്റെ മനസ്സ് വെച്ചാൽ അത്ര പെട്ടെന്ന് മറക്കണമെന്നല്ല. ആ, പ്രഹരിച്ചതും വേദനിപ്പിച്ചതും ഉപ്പ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉമ്മക്ക് ഉമ്മ പറയണത് എന്താണോ, എന്നെ വേണമെങ്കിൽ തല്ലിക്കൊന്നോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ വെച്ച് മറ്റ് പെണ്ണുങ്ങളോടുള്ള ആ ഒരു സ്നേഹം കാണിക്കലും അത് എനിക്ക് മോനെ സഹിക്കാൻ കഴിയില്ല. അതായിരുന്നു പറഞ്ഞിരുന്നത് ഉപ്പ. എത്ര സാരല്ല, ഇനി ഞാൻ ഉപ്പയെ പറഞ്ഞ് വിഷമിപ്പിക്കണില്ല. പഠിച്ചവനോട് തൗബ ചെയ്താൽ എല്ലാം പഠിച്ചവൻ പുറത്തു തരും എന്നാണല്ലോ. പക്ഷേ അത് അനുഭവിച്ചവരുടെ വേദന മനസ്സിൽ നിന്ന് പോലും കൊണ്ട് മാഞ്ഞ് കിട്ടിയാലാണ് നമുക്കതിന് ഉത്തരം കിട്ടുക. പെട്ടെന്ന് ഷിഫ അതാ അങ്ങോട്ട് വരുന്നു. ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഇക്ക? ഉപ്പ ഭക്ഷണം കഴിക്കാനായില്ലേ? അയാൾ വെറുതെ ഒന്ന് തലയാട്ടി. അത് കഴിഞ്ഞിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഷിഫ ചോറ് കൊണ്ടുവന്ന് ഉപ്പാക്കതാ കൊടുക്കുന്നു. ഉപ്പ നല്ല രീതിയിൽ അത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് അസ്കർ കണ്ടു. ഉപ്പ മതിയോ? അവൻ വെള്ളവും കൊടുത്തു. മോനെ, ഉപ്പാനോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളൊന്നും എനിക്ക് ഒരിക്കലും നോക്കാനും കഴിഞ്ഞില്ല. നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും എൻ്റെ അഹങ്കാരം സമ്മതിച്ചില്ല. ഉപ്പാൻ്റെ കുട്ടികൾക്ക് ഉപ്പാനോട് വെറുപ്പുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തെന്നിട്ട് ഉപ്പ എന്ത് വെറുപ്പ്? സാരല്ല, പഠിച്ചതിനോട് നിങ്ങൾ ദുആ ചെയ്യേ, ഷിഫ ധൈര്യത്തോടെ പറഞ്ഞു. ഒരു നിമിഷം അയാൾ വിചാരിച്ചു, റബ്ബേ, നല്ലൊരു ഉഷാറുള്ള മരുമകളാണ് പഠിച്ചവനക്ക് തന്നിട്ടുള്ളത്. ഉപ്പ ഈ മെഡിസിൻ കഴിച്ച് ഇവിടെ കിടന്നോളൂ കേട്ടോ. പിന്നെ ഓയിൽമെൻറ്റ് നമ്മൾ മുഖത്ത് പുരത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നീക്കി കളയരുത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇപ്പം തന്നെ രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഒരുപാട് ഉണക്കം വന്ന പോലെയൊക്കെ ഉണ്ട്. അത് ശരിയായിക്കോളും, കുഴപ്പമില്ല. പിന്നെ കണ്ണിൻ്റെതൊക്കെ അത് പതിയെ അങ്ങ് ശരിയായിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സമയം ഷിഫയുടെ വീട്ടിൽ ഉപ്പ അവളോട് പറയുന്നു, ഉമ്മയോട്, എടി അവരങ്ങോട്ട് തറവാട്ടിക്ക് പോയിക്കണല്ലോ. പൊയ്ക്കണില്ലേ പഠിച്ചവനെ, എൻ്റെ കുട്ടി. അല്ല
മൂപ്പർക്ക് സുഖമായി നിന്ന് പ്രശ്നമില്ല ഉണ്ടാക്കാൻ ഞാൻ മതിയായിരുന്നില്ലേ? ഹേയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം മൂപ്പര് ഒരുപാട് നോർമലായി കഴിഞ്ഞു. പഴയ ഹുങ്കും വാശിയൊന്നും ഇല്ല. എങ്ങനെ തടി കേടുന്നില്ലേ? പിന്നെ ഇപ്പം എങ്ങനെ തടി കൊണ്ട് വെയ്ക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ പറയും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ കിടക്കണ കിടപ്പ്. ഓലയാണ് നോക്കാനുള്ളത്. ഇക്ക ഞമ്മക്കൊന്ന് പോയി തരാനല്ലേ? ഓല വീട്ടിൽ നിന്ന് അതൊക്കെ പോകാം ഇൻഷാ അല്ലാ. പിന്നെ അസ്കറിൻ്റെ കയ്യിലാകുമ്പോൾ നമ്മളെ പെണ്ണിനൊന്നും പറ്റുന്നുള്ള പേടി നീ പേടിക്കണ്ട. പിന്നെ മൂപ്പരങ്ങനെ ഇനിയിപ്പം മൂപ്പര് തെറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത്ര അനുഭവിച്ചില്ലേ. അതുകൊണ്ട് തന്നെ. എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ആങ്ങളുടെ വീട്ടിൽ വല്ലാതെ ഒച്ചപ്പാട്. എന്താ എന്താ അവളുടെ ആങ്ങള വിളിച്ചുകൊണ്ട് വരുന്നു. അതെ ഫസീലനെ കാണാനില്ലെന്നോ? എന്ത് ഈ പറയണത്? ആ കാണാനില്ല. ഓള് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ഫോൺ എടുത്ത് കളിക്കുക എന്തൊക്കെയോ ഒന്ന് ചെയ്യുന്നുണ്ടേനു. എന്താണാവോ സംഭവിച്ചിരിക്കണത്? എവിടേക്ക് പോയാവോ? ഒന്ന് നോക്കടേ ആ ഭാഗത്തേക്കൊന്ന്. അങ്ങനെ അതാ വീടിൻ്റെ മുകളിലും താഴെയും സൈഡിലൊക്കെ ആയിട്ട് എല്ലായിടത്തും അവരെ തിരഞ്ഞു നടക്കുന്നു. പക്ഷേ ഫസീല അവിടെ എങ്ങുമില്ല. ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടാ നോക്ക്. അത് പിന്നോട് വന്നപ്പോഴേ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളാക്കാണ്ട് ഇട്ടിക്കിറങ്ങി കൊണ്ടുവന്ന് കൊടുത്തിക്കല്ലേനോ. എന്നാൽ നാത്തൂൻ്റെ മനസ്സിൽ അതുതന്നെയായിരുന്നു ചിന്ത. പണ്ടാറൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്ന സ്വസ്ഥത ഉണ്ടായിരുന്നു. മറ്റത് തിന്നണിന് കുടിക്കണിന് ഒരു കുറവുമില്ല. ഞാൻ വെച്ചുണ്ടാക്കിയത് ഓള് വന്ന് എടുത്തുന്ന. ആദ്യമൊക്കെ ഓളെടുത്ത് പണി എടുത്തീനു. ഇപ്പം പിന്നോള് വിളവ് പഠിച്ചേക്കണ്. എന്താ സാധനം എന്നോ? എവിടേക്ക് പോയി എന്നാവോ? ഫസീലയെ തിരഞ്ഞ് ആങ്ങള പരക്കം പാഞ്ഞു. അവള് ഫോണും നമ്പറും ഇല്ലാത്തതുകൊണ്ട് തന്നെ അയക്കും വിളിക്കാൻ വയ്യ. ഇനിയിപ്പോൾ നവാസിനെ ഷമ്മാസിനെ വിളിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടാകുക? ഓല വീട്ടിലേക്ക് എത്തിയില്ലല്ലോ. ഇവിടെ നിന്നല്ല ഇവള് പോയത്. നേരെ ഓല വീട്ടിലേക്ക് പോയിക്കണേ കഴിച്ചില്ലായിനോ? അവിടേക്ക് പോയിക്കണ എങ്ങനെ ഒന്നും അറിയാനും ചാൻസ് ഇല്ല. ഇനിയും വിളിക്കണ മോശമാണ്. അതിൻ്റെ പഠിച്ചവൻ ഈ പെണ്ണ് എന്തൊരു സാധനമായിപ്പോയി. എൻ്റെ പെങ്ങളായിപ്പോയി. അല്ലെങ്കിൽ അരിഞ്ഞ് തള്ളിയേനെ ഞാൻ. എന്നാൽ ഫസീല നേരെ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു. അവളുടെ മന്ത്രവാദിയായ കൂട്ടുകാരിയുടെ അടുക്കലേക്കായിരുന്നു. ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അവളുടെ വീടിൻ്റെ മുമ്പിലെത്തി ഇറങ്ങി. അല്ല ആരപ്പത്? അല്ല ഫസീല, നീ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഒന്നും പറയണ്ടടി, അതൊക്കെ ഒരു കഥയായിരുന്നു. പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചൊന്നല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് മോളെ അന്ന് ഈ പറഞ്ഞു ചെന്ന കാര്യങ്ങൾ കുറേയൊക്കെ എഫക്റ്റ് ആയിരുന്നു. എന്തെനിക്കറിയില്ല. അന്ന് എൻ്റെ ഇളച്ചൻ ഷമ്മാസിന് പതുക്കെ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ ഒരു തുടങ്ങിയിരുന്നു തോന്നുന്നുണ്ട്. പക്ഷെ പിന്നെ അതൊക്കെ അങ്ങോട്ട് ഇല്ലാതായി. പക്ഷെ ഇപ്പം അതൊന്നല്ലടി വിഷയം. വല്ലാത്തൊരു വിഷയം പറയാനാണ് ഞാൻ വന്നത്. എന്ത് വിഷയം? അതെ ഒന്നുമല്ല, ഈ എൻ്റെ ആൾക്കാരോട് ഒന്ന് പറഞ്ഞൊന്ന് റെഡിയാക്കണടി പ്ലീസ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഞാൻ തരും. എന്താ ഫസീല ഈ കാര്യം പറയും? ഒന്നുമല്ല, എന്താണോ എൻ്റെ ഇളച്ചൻ്റെ കല്യാണം കഴിഞ്ഞു. ആ നുസൈബ പറഞ്ഞ പെണ്ണിനെ കൊണ്ടാണ് കഴിഞ്ഞത്. ആ രണ്ടാം കെട്ടുകാരില്ലേ, ഓളെ കൊണ്ട് കല്യാണം കഴിഞ്ഞു. പക്ഷേ അവർ ഉംറയ്ക്ക് പോവാനോ എന്ത് ഗൾഫ് പോകാനോ പാസ്പോർട്ട് എടുക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതെനിക്ക് ഭയങ്കര ഷോക്കായി മാറി. കല്യാണം കഴിഞ്ഞ ഉടനെ അവളെ ഗൾഫൊക്കെ കൊണ്ടുപോവാണല്ലോ ഓന്. എന്താ അപ്പോൾ അതിൻ്റെ മനസ്സിൽ അസൂയ എനിക്ക് സഹിക്കാൻ കഴിയണില്ലടി. സത്യമായിട്ടും എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഓളോട് ചെറുതായൊരു വെറുപ്പ് തോന്നിയാലും മതി. അല്ലെങ്കിൽ ഓൾക്ക് ഓനോട് വെറുപ്പ്. അങ്ങനെ രണ്ടാളും തമ്മിലൊന്ന് പിരിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് തെറ്റ് ചെയ്യാനോ ഞാൻ പൈസ എനിക്ക് ഞാൻ തരാം. എനിക്ക് പലപോലും ഉണ്ടല്ലോ അങ്ങനെ അറിയണോലൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. ദയവായി ഈ ഒന്നോ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓലൊന്ന് വേർപിരിക്കണം. ഒരിക്കലും ആ ഒരു ഗൾഫ് പോക്ക് നടക്കരുത്. എടി ഇപ്പം പഴയ പോലെ ഒന്നല്ല കേട്ടോ. അതിനൊക്കെ നല്ല പൈസ ആവും. ഓരോരുത്തരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ 5000-6000 രൂപ. ഓൽക്ക് വലിയ റേറ്റാണ്. പഴയ പോലെ ഒന്നല്ല. പിന്നേന്നോ അങ്ങനെയെന്ന് വെച്ചാൽ ഓലങ്ങനെ ചെയ്തു ഓൽക്ക് ഈമാനും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഉണ്ട്. പേരിനൊരു മുസ്ലിമായിരിക്കും, ചിലവർ ഹിന്ദുക്കളായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതുണ്ടാവില്ല. അവരെന്ത് പറഞ്ഞാൽ പൈസ എടുത്ത് എന്തോ ചെയ്തു തരും. അതൊക്കെ ഫലിക്കും. എന്തായാലും വേണ്ടില്ല. അവരൊരുമിച്ച് ജീവിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് കാണാൻ പറ്റില്ല. എനിക്കെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ പോകും. പക്ഷേ നുസൈബ എന്നുള്ളൊരു പെണ്ണവിടെ വളരാൻ പാടില്ല. അവളങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞുണ്ടാക്കിയ
കളവ് പറഞ്ഞുണ്ടാക്കിയ ആ ഒരു കെട്ടിച്ചമച്ച കഥകളൊക്കെ ഇതാ ഫ്ലാഷായി എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ ഞങ്ങളെ അയൽവക്കത്തും കുടുംബങ്ങളിലും ഒക്കെ പറഞ്ഞിക്കണ് മക്കളില്ലാത്തതിൻ്റെ പേരിലാണ് ഫൈസലോൾ ഒഴിവാക്കിയതെന്ന്. എന്നൊരു ഷമ്മാസ് കെട്ടിയതാന്ന് എല്ലായിടത്തും ഞാൻ പറഞ്ഞു നടന്നിക്കണ്. അപ്പോൾ അയിമലൊരു കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, ഗൾഫിക്ക് പോകാനും പാടില്ല. എന്താ എൻ്റെ മന്ത്രവാദിനിൻ്റെ ആൾക്കാർക്ക് കഴിയുമോ? ഒന്ന് പറയേ. കഴിഞ്ഞ പ്രാവശ്യത്ത് വല്ലാതെ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ചെറുതായി. ഫസീലയ്ക്ക് എങ്ങനെയെങ്കിലും നുസൈബയെ അവിടെ നിന്ന് പുറത്താക്കണം. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കരുത്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവരുത്, അവർ ഒരിക്കലും സന്തോഷിക്കരുത് എന്നുള്ള നിയത്തുമായിട്ടാണ് അവൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല തെറ്റുകളും ചെയ്യുവാനും അതാ ഫസീല ഒരുങ്ങുന്നു. എന്നാൽ ഈ സമയം ഫസീലയെ കാണാതെ വീട്ടിൽ എല്ലാവരും തിരിയുകയാണ്. സത്യം പറഞ്ഞോ, ഓൾ എവിടേക്ക് പറഞ്ഞയച്ചത്? ആങ്ങള ഭാര്യയോട് പറയുന്നു. എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയണത്? നിങ്ങളെ പെങ്ങളും മുണ്ടാതെ ഇറങ്ങിപ്പോയിന് ഞാനാ ഉത്തരവാദി. എന്തോ രണ്ടുപേരും പ്രശ്നം ഉണ്ടായിട്ട് ഓൾ ഇറങ്ങിപ്പോകതാണ് ചാൻസ്, അല്ലാതെ എവിടെ ഓള് എവിടേക്ക് വിചാരിച്ചിട്ടാ? അല്ല എന്നോടത് പറയേണ്ടതല്ലേ? അതെ, നിങ്ങൾ എന്നെ വല്ലാതെ സംശയിക്കണ്ട, ഞാൻ ഓളെ നോക്കി തന്നെയാണ്. ഓളെ കാണാത്തിന് പിന്നെ കുറ്റം? സത്യം പറഞ്ഞോ, എവിടേക്കും പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഓളെ. കണ്ടില്ലേ, സ്വന്തം ഭർത്താവിന് ഭാര്യന് വിശ്വാസം ഇല്ല, വിശ്വാസം കുറച്ച് കുറവാണ്. അത് അന്നേന്നല്ലേ ആരെയും മൊത്തത്തിൽ ആകെ ഇടങ്ങാറായി പോവാണ് പെണ്ണുങ്ങളെ സ്വഭാവം കണ്ട്. ആണുങ്ങൾ പെങ്ങളെ സ്വഭാവം അങ്ങനെ, എൻ്റെ സ്വഭാവം ഇങ്ങനെ, ഇത് എത്രയെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ സഹിക്കും? ആങ്ങളെ കാറും എടുത്തുകൊണ്ട് അതാ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി നോക്കുന്നു. എവിടെയെന്ന് കരുതി തേരീൻ റബ്ബേ. പിന്നെയാണ് ആങ്ങൾക്ക് അത് ബോധ്യമായത്. ചിലപ്പോൾ ഒരു പക്ഷേ ഓളെ കൂട്ടുകാരി, ഓൾക്കൊരു ലക്ഷണം കെട്ട കൂട്ടുകാരുണ്ട്, അവിടെ എങ്ങാനും പോയോ? ഹേയ്, അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല, അങ്ങനെ പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഹേയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അയാൾ അതാ തിരിച്ചു പോരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഇതാ അവരുടെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് അവൾ ചാടി ഇറങ്ങി. ആങ്ങള മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ല ഫസീല, ഈ എവിടേക്ക് പോയിൻ്റത്? ഇക്ക, എനിക്ക് ഭയങ്കര തലവേദന പനിയൊക്കെ ആയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയത്. എന്നിട്ടിവിടെ മരുന്ന് ഗൂഗിൾ പേ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുരുളണ്ട. എവിടെ മരുന്നെന്നാണ് ചോദിച്ചത്. നീ എന്തിനാ എങ്ങോട്ടാ പോയത്? ഞാൻ വാങ്ങിക്കോളും, ഈ ക്യാഷ് ഇല്ലാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ക്യാഷ് ഇല്ലാതാണോ ഈ പോയത്? അല്ല, ക്യാഷ് ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയില്ല എനിക്ക്. എന്തിനാ എൻ്റെ ഫസീല ഇങ്ങനെ കളവ് പറയുന്നത്? ഇക്കാക്ക, നിങ്ങൾക്ക് എന്തിൻ്റെ വിശ്വാസമില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും എന്നെ വിശ്വാസമില്ലല്ലോ. കുട്ടികളും ഇല്ല, മക്കളും ഇല്ല, ഭർത്താവും ഇല്ല. ഇപ്പോൾ ആങ്ങളെ ഇങ്ങനെ പറയുന്ന അവസ്ഥയാണ്. അവൾ അപ്പോഴേക്കും ഒരുപാട് സെൻറ്റി പറഞ്ഞ് അങ്ങോട്ട് കരയുകയാണ്. അല്ലെങ്കിലും എൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു അധികപ്പറ്റേക്കണ്. ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ആയിക്കോട്ടെ, ആരുമില്ല, ഭർത്താവും മക്കളൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം ഒരിക്കലെങ്കിലും എന്നെ തിരഞ്ഞു വരിക, എന്നൊന്ന് വിളിക്കാം ചെയ്തില്ലല്ലോ. അമ്മായിമ്മ ഉണ്ടല്ലോ, വീട്ടുകാർ, ഇവിടെ ഉമ്മ ഇപ്പം ഉണ്ടല്ലോ. ആകെപ്പാട് സ്നേഹമുള്ളത് ഇക്കാക്കാക്ക് മാത്രമാണ്. നിങ്ങളെന്നോട് എങ്ങനെ പറഞ്ഞാൽ ഞാൻ... അവൾ കരയുവാൻ തുടങ്ങി. ഫസീല, കാക്കാൻ്റെ കുട്ടി കരയണ്ട, സത്യമേ വിജയിക്കുള്ളൂ കേട്ടോ. എന്തൊക്കെ തന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, സത്യമുള്ളിടത്ത് സമാധാനം ഉണ്ടാവും. അതല്ല സത്യമല്ലാത്ത എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂട്ട് നിന്നിക്കണമെങ്കിലേ അതപ്പം തന്നെ പൊളി കിട്ടോ. അത് മാത്രമല്ല, പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയുണ്ടാവും. നല്ല ഓർത്ത് സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാം. അതല്ല ചെറ്റത്തരം കാണിക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി പോവുകയും ചെയ്യാം. ഒരു പെങ്ങളല്ലെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ആശ്രയം തന്നതാണ്. അപ്പം നല്ല മട്ടത്തിൽ ഇവിടെ നിൽക്കണം. അതല്ല മറ്റു വല്ല ഉദ്ദേശമാണെങ്കിൽ കാക്കാൻ്റെ കുട്ടി തന്നെടുക്കേണ്ടി വരും കേട്ടോ. കാക്ക, നിങ്ങൾ എന്താ പറയണത്? ഞാൻ അങ്ങനെ ചെയ്യുമോ? കണ്ടില്ലടി, ഭാര്യയോട് പറഞ്ഞ് ഓൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓൾക്കെന്താ തലവേദന പനി എന്താ ഉണ്ടായിട്ടൊന്ന് പുറത്ത് പോയതാണെന്ന് ഞാൻ പറഞ്ഞത്. ആങ്ങളുടെ നല്ല പെങ്ങള്, ആയിക്കോട്ടെ, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. തോന്നുമ്പോൾ ഇറങ്ങി പോവുക, തോന്നുമ്പോൾ കയറി വരിക, അങ്ങനെയൊക്കെ തന്നെയല്ലേ? ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എന്നാൽ ഈ സമയം നുസൈബയും ഷമ്മാസും, നുസൈബ മോളെ, പിന്നെ പാസ്പോർട്ട് എൻക്വയറിക്ക് വന്നല്ലേ? പിന്നെ നാളെ കിട്ടുമായിരിക്കും കേട്ടോ. നമുക്ക് ഇൻഷാല്ല പെട്ടെന്ന് പോകണം. ഇനി നേർച്ചക്കടൊക്കെ വേഗാണ്ട് ഉമ്മ പറഞ്ഞ പോലെ വീട്ടുക നല്ലത്. ഇൻഷാല്ല
മക്ക മദീനയൊക്കെ പരിശുദ്ധ സ്ഥലങ്ങളിലൊക്കെ കണ്ടു വന്നിട്ട് നമുക്ക് അവിടെയൊക്കെ സിയാറത്തൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഇൻഷാ അല്ലാ പിന്നെ നമുക്ക് ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ട് അവിടെ റിസോർട്ടൊക്കെ എടുത്ത് തണുപ്പത്തും മൂന്നാറിലും ഊട്ടിയിലും അതുപോലെ വയനാട്ടിലൊക്കെ പോയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് നിൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ലേ എനിക്ക് ഹബീബിൻ്റെ ആ ഒരു മദീന കാണണം, മക്ക കാണണം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പോയി സലാം പറയണം, കഅബ ഷരീഫിൻ്റെ അടുക്കൽ പോയി പൊട്ടിക്കരയണം, അവിടെ സുജൂദ് ചെയ്യണം, അങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞത്. ഇൻഷാ അല്ലാ അതാണ് ഞാൻ നിനക്ക് ആദ്യമായി സാധിപ്പിച്ച് തരുന്നത്. ഉമ്മ, നീ, ഞാൻ, ഇൻഷാ അല്ലാ. ആ നിമിഷം അവൾ ചോദിച്ചു, ഇക്ക അപ്പോൾ മക്കളോ? മക്കളെ എന്താ ഇക്കാക്ക പറഞ്ഞതെന്നോ? അത് ഞാൻ ചോദിച്ചിരുന്നു ഇക്കാക്ക, മക്കളുടെ പാസ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ, പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ ഷാമോനെ എന്ത് പറ്റി? അല്ലേ ഞങ്ങളൊരു ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല കഥ പൊന്നു മോനെ, അവരെയും കൊണ്ട് ഉംറക്ക് പോയല്ലേ, നമ്മളവിടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോവല്ലേ, അപ്പം മക്കളെ ശ്രദ്ധിക്കാനേ. അല്ല കൂടെയുള്ള മക്കളുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ 2 മക്കളെയൊക്കെ ആവുമ്പോൾ എന്താ മോനെ, അപ്പം നമുക്ക് ആത്മാർത്ഥമായി ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അത് നിങ്ങൾക്ക് ഭയം, നിങ്ങൾ പോയിക്കോളൂ, ധൈര്യമായി പോയി വരി. ആരൊക്കെ ഉമ്മ ഉണ്ടോ? ആ ഉമ്മയും ഞാനും നുസൈബയുണ്ട്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ നിങ്ങൾ പോയി വരും കേട്ടോ. നമ്മൾ പിന്നെ പല വട്ടം ചെയ്തതാണ്, എത്രയോ വട്ടം, ഈ മക്കളെ ഉണ്ടായിട്ട് പോലും ഞാൻ പോയിക്കണ്. ആയിക്കോട്ടേക്ക, അങ്ങനെയാണെങ്കിൽ. എന്നാൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇക്ക അത് പാവല്ലേ മക്കളെ ഇനി ഒറ്റയ്ക്ക്. ഹേയ് അതൊന്നും സാരമില്ല, അവർ ഗൾഫിൽ അങ്ങനെ കഴിഞ്ഞവരല്ലേ. പക്ഷെ ഫസീലത്ത് ഉണ്ടായിരുന്നല്ലോ, ഇതില്ലാതെ അന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ജമീലത്ത് അവിടെ നിന്നോട്ടെ അല്ലേ. ഇക്ക എനിക്ക് പാവം തോന്നണേ. എന്നാൽ ഈ സമയം ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇൻഷാ അല്ലാ ഇവിടെ പാസ്പോർട്ട് നാളെ കിട്ടും കേട്ടോ. അപ്പോൾ എത്ര ദിവസത്തിന് എടുക്കേണ്ടത് പാക്കേജ്? 8 ദിവസമോ അതോ 15 ദിവസമോ 1 മാസമോ? എങ്ങനെ ഉമ്മാൻ്റെ ഇഷ്ടം. മോനെ 1 മാസമൊക്കെ നിൽക്കാനാണ് പൂതി. അതിനിപ്പോൾ ഈ പെണ്ണിൻ്റെ പഠിപ്പുണ്ടാവില്ലേ, 10-15 ദിവസത്തിനെങ്കിലും ഈ ഒന്ന്. ഉമ്മ ആ സാരല്ല, ഞാൻ ലീവ് പറഞ്ഞോളാം, കുഴപ്പമില്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഉള്ളതൊക്കെ കാണണ്ടേ. ആ എന്തായാലും ഓൾ ആഗ്രഹമല്ലേ, ഓൾക്ക് ടൂറ് പോകാൻ അങ്ങോട്ടാണ് താല്പര്യം. ആ ഏത് സ്ഥലം കാണാൻ ആഗ്രഹം ചോദിച്ചപ്പോൾ ഓൾ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം പറഞ്ഞു. ആയിക്കോട്ടെ മാഷാ അല്ലാ, എനിക്ക് എൻ്റെ മനസ്സിൽ നെയ്യത്തുണ്ട്, നേർച്ചക്കടം വീട്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മോനെ എന്നാൽ കാര്യങ്ങളൊക്കെ സെറ്റായിക്കട്ടോ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ പിറ്റേ ദിവസം ആ ഒരു സന്തോഷ വാർത്ത ഷമ്മാസ് കടന്നു വന്നത് അതുകൊണ്ടായിട്ടായിരുന്നു. ഹിജാബി, ഉമ്മ, അവർ 2 പേരും വന്നു. ഇത് നോക്കിക്കേ മാഷാ അല്ലാ, ഉമ്മ ആ പാസ്പോർട്ട് വാങ്ങി. പഠിച്ച റബ്ബേ, അള്ളാഹുവേ അത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. എന്നാൽ മോനെ വേഗം ഇനി ബാക്കിയുള്ളത് നോക്കിക്കോ, ടിക്കറ്റ് എന്ന് വെച്ചാൽ എടുത്തോ, അതിനനുസരിച്ച് നമുക്ക്. എനിക്കൊരു മാസം നിൽക്കാനാ മോനെ പൂതി. 1 മാസം നിന്നാൽ നമുക്ക് നല്ല സ്വസ്ഥമായി മക്കയിലും മദീനയിലും അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് അവിടെയൊക്കെ നല്ല മട്ടത്തിന് കണ്ട് നമുക്ക് ഇൻഷാ അല്ലാ തിരിച്ചു പോരാ, അതായിരിക്കും നല്ലത് അല്ലേ. ഇൻഷാ അല്ലാ ഉമ്മാക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങളാണ് നിറഞ്ഞത്. മോളെ നുസിയേ, ഉമ്മാൻ്റെ കുട്ടിയൊന്നും ഇവിടെ വന്നാണേ. എന്തോ ഉമ്മ? അല്ല എൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ? ഉമ്മാൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ? ഇമ്മ പണ്ടേ നേർച്ചേർന്നതാണിടി. പണ്ടെന്ന് വെച്ചാൽ ഫൈസൽ എന്നെ കെട്ടിയ ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ ആ ഒരു പ്രശ്നം എന്തൊക്കെ ആകുമ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു കുട്ടിയെ. ഞാൻ പലപ്പോഴും അത് മാറ്റി വെച്ചാണ്, മനസ്സിലത്തെ ആഗ്രഹങ്ങൾ മറച്ചു വെച്ചാണ് എൻ്റെ മുമ്പിൽ. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി തിരിച്ചെത്തിയിട്ട് ഉംറക്ക് പോകണമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എൻ്റെ കുട്ടിക്ക് പാസ്പോർട്ടൊക്കെ കിട്ടിയല്ലോ, ഇനി പോയാൽ മതി ഇൻഷാ അല്ലാ. ഷമ്മാസിൻ്റെ ആ തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകൾ. ഉമ്മയും ഷമ്മാസും ഹിജാബിയും അതാ ഉംറക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.